വെൽക്കം ടു പി എസ് സി ജേണി. പി എസ് സി ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഒരുപാട് നാളായി കണ്ടിട്ട്. അപ്പം വീഡിയോസ് ചെയ്യാതിരുന്ന ഒന്നുമല്ല, നമുക്കറിയാം നമ്മൾ വലിയൊരു ദുരന്ത മുഖത്തിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നത് അല്ലേ, വയനാട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് ആ ഒരു സിറ്റുവേഷനിൽ ഒരു വീഡിയോ എടുക്കാനോ അത് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ആയിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു സമയത്തൊന്നും എടുക്കാഞ്ഞതും ചെയ്യാഞ്ഞതൊക്കെ. അപ്പം എന്താ ചെയ്യുക, നമ്മുടെ എന്താ പറയുക, ഒരുപാട് ആളുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റൂലേ. അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടാഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പഠനം എന്തായാലും നിങ്ങളെല്ലാവരും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഒരുപാട് പേർക്ക് ഇപ്പോൾ ഈ 1 വീക്ക് കഴിഞ്ഞ എക്സാം ഉണ്ടായിരിക്കും. ചിലർക്ക് മന്ത് ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും എക്സാമുകളുടെ ഒരു സീരീസ് തന്നെയാണ് എനിക്ക് കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ എല്ലാവരും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്ത പോർഷൻസ് ഷെയർ ചെയ്യാമെന്നാണ് ആദ്യം വിചാരിക്കുന്നത്. അപ്പം എനിക്കത് ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ല, നമ്മൾ വീഡിയോ ഇടാത്ത കാരണം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു ഏരിയ ഞാൻ പഠിച്ചു. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ കവർ ചെയ്യണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ്, സമ്പദ് വ്യവസ്ഥയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. എക്കണോമിക്സ് എന്ന് പറയുന്ന ഏരിയ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി മുന്നേ ഇട്ട വീഡിയോകളിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ ഏരിയ പഠിച്ചാൽ മതിയെന്ന് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, കാരണം നമ്മുടെ മുന്നിൽ അത്ര സമയമേ ഉള്ളൂ. അല്ലാതെ ഇപ്പം കുറേ ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇത് മാത്രം പഠിച്ചാൽ മതി എൽ ഡിക്ക് പോവാമെന്നുള്ള രീതിയിലല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മുടെ കുറഞ്ഞ സമയത്തിൽ നമുക്ക് എങ്ങനെ ഇഫക്റ്റീവായിട്ട് പഠിക്കാം എന്നുള്ളതിന് ഒരു സൊല്യൂഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ നിയമങ്ങൾ എന്ന ഏരിയ ഞാൻ കവർ ചെയ്തു. പിന്നെ എക്കണോമിക്സും അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഈ കുറച്ച് ടോപ്പിക്സുകൾ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് എക്കണോമിക്സ് അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ഒരു നിയമങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ സമ്പദ് വ്യവസ്ഥ എടുക്കാനായിട്ടുള്ള കാരണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് നമ്മൾ നിയമങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ടത് എന്താണ്, അതിൽ പുതിയ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതായത് കമ്മീഷനുകൾ നമ്മൾ അതിൽ പഠിക്കും ഓരോ നിയമങ്ങൾ പഠിക്കുമ്പോൾ. അപ്പോൾ അതിൽ പുതിയതായിട്ട് നിയമനം ലഭിച്ചിട്ടുള്ള അതിൻ്റെ ഓരോ ചെയർമാനും ചെയർപേഴ്സണും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കണം. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പുതിയ റാങ്ക് ഫയൽ ഇല്ല. അപ്പോൾ എനിക്കതൊരു വളരെ ബുദ്ധിമുട്ടായി തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഞാൻ പഠിച്ച റാങ്ക് ഫയലിൽ പല ആൾക്കാരും ഇപ്പം മാറിയിട്ടുണ്ട്. ചിലരെങ്കിലും മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മളെപ്പോഴും ഇത്രയും കാലം പഠിച്ച ആ ഒരു സംഭവമായിരിക്കും, ആ ഒരു പേരായിരിക്കും നമ്മുടെ മൈൻഡിൽ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് അത് ചേഞ്ച് ആകുമ്പോൾ അത് പഠിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മളത് നന്നായിട്ട് പഠിക്കണം. പിന്നെ അത് മാത്രമല്ല, എനിക്കത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ റാങ്ക് ഫയലിൽ അത് പഴയതായ കാരണം എനിക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗൂഗിളും അതുപോലെ പല ചാനലുകളും സെർച്ച് ചെയ്തിട്ട് ഇപ്പോഴത്തെ എന്താ പറയുക, ചെയർമാനും ചെയർപേഴ്സണൊക്കെ കണ്ടുപിടിച്ച് ഞാൻ ആദ്യം നോട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ പഠനം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നിയമങ്ങൾ എന്ന് പറയുന്ന ഏരിയ നല്ല രീതിയിൽ കവർ ചെയ്തു. അപ്പോൾ നിയമങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഡേറ്റുകൾ, അതായത് ഓരോ നിയമങ്ങളും ഭേദഗതികളും ഒക്കെ തന്നെ നമ്മൾ ലോക്സഭയിൽ അവതരിപ്പിച്ചതും ലോക്സഭ പാസ്സാക്കിയത്, രാജ്യസഭ പാസ്സാക്കിയത്, രാഷ്ട്രപതി ഒപ്പുവെച്ചത്, പിന്നെ അത് നിലവിൽ വന്നത്, അതെല്ലാം ഡേറ്റുകൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ പുതിയ ചെയർമാനും ചെയർപേഴ്സണും അതിലെത്ര അംഗങ്ങളുണ്ട്, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അപ്പം ഞാനത് എല്ലാം തന്നെ ഒരു നോട്ടിലാക്കിയിട്ട് ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഠിച്ച് പോകാനും അതുപോലെ റിവൈസ് ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ പറയുന്ന സമ്പദ് വ്യവസ്ഥയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സമ്പദ് വ്യവസ്ഥ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് 5 ഇയർ പ്ലാൻ തന്നെയാണ്. നമുക്കറിയാം പഞ്ചവത്സര പദ്ധതി അറിയാം അല്ലേ. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ നല്ലതായിട്ട് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ബുക്ക് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ കേട്ട് കേട്ട് ബോറടിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ എൻ്റെ PSCയിലേക്ക് കാലെടുത്ത് വെച്ച ഒന്നും അറിയാതെയാണ് ഞാൻ PSC പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പ്രിപ്പയർ ചെയ്ത ഒരു നോട്ടാണ് ആ വലിയൊരു ഡയറി എന്ന് പറയുന്നത്.
അപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ ഒരുപാട് എന്താ പറയുക പല വീഡിയോസ് കണ്ട് സെർച്ച് ചെയ്ത് പല ഇൻഫർമേഷൻസും ഗ്യാദർ ചെയ്തിട്ട് ഞാൻ 5 ഇയർ പ്ലാൻ എഴുതിയിട്ട് വളരെ നല്ല രീതിയിൽ നോട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിലിങ്ങനെ വരകളൊക്കെ കാണുന്നത് ഞാനല്ല കേട്ടോ, അതന്ന് മോൻ ചെറുതായിരുന്നു. അപ്പം മോൻ്റെ പണിയാണ്, അതൊക്കെ അന്ന് വരച്ച് കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അപ്പം എൻ്റെ ആ ഒരു നോട്ടിൽ ഓരോ പ്ലാനും, അതായത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, അങ്ങനെ സെക്കൻഡ്, അങ്ങനെ 12 വരെ 12ാം പഞ്ചവത്സര പദ്ധതി വരെ അതിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഓരോന്നിലും വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഡേറ്റും കാലഘട്ടവും അതുപോലെ തന്നെ ആ ഓരോ പഞ്ചവത്സര പദ്ധതി സമയത്തും നിലവിൽ വന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പദ്ധതികളും എല്ലാം തന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വിത്ത് ഇയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ ഒരു ഓർഡറിൽ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാനത് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായത് കാരണം. പക്ഷെ എന്നാലും ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്തായാലും, ഒരു ബ്രേക്ക് വന്ന കാരണം. എങ്കിലും നല്ല രീതിയിൽ ഞാനത് കവർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാങ്കിങ്ങും നമ്മൾ നോക്കേണ്ട ഒരു ഏരിയയാണ്. നികുതി അതുപോലെ GST അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, ആ ഒരു ഏരിയയും നല്ല രീതിയിൽ നോക്കേണ്ട ഒരു ഏരിയയാണ് കേട്ടോ. അത് നല്ല രീതിയിൽ തന്നെ പഠിക്കേണ്ട ഒരു പോർഷനാണ്. അതും ഈയിടെയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കവർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതാരും വിട്ട് കളയേണ്ട ഈ ഒരു പോർഷൻ, സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന പോർഷൻ, ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മെയിൻ പോർഷൻസ് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ പിന്നെ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് സമ്പദ് വ്യവസ്ഥയ്ക്കാണ്. അതിന് ശേഷമാണ് ഞാൻ ജോഗ്രഫിയും ഹിസ്റ്ററിയൊക്കെ നോക്കുന്നുള്ളൂ കേട്ടോ. അപ്പം സമ്പദ് വ്യവസ്ഥ അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ പോർഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പഠിച്ചു പോയതുകൊണ്ട് മാത്രമല്ല, നമുക്കൊരു റിവിഷൻ വേണമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാൻ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓരോ പോർഷൻ കഴിയുമ്പോഴും, അതായത് ഇപ്പം നിയമങ്ങൾ കഴിഞ്ഞാൽ 1 2 ദിവസത്തിനുള്ളിൽ കഴിഞ്ഞ് നമ്മൾ പഠിച്ച് തീർത്ത് അന്ന് തന്നെ ചെയ്യരുത്. അത് കഴിഞ്ഞ് ഒരു 1 2 ദിവസമെങ്കിലും എടുക്കുക. അതിന് അപ്പുറത്തേക്ക് പോകണ്ട, 1 2 ദിവസം. അപ്പം ഇപ്പോൾ എക്കണോമിക്സ് കഴിഞ്ഞാലും ഒരു 1 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഒരു ടെലഗ്രാമിൽ നമുക്ക് ഇഷ്ടം പോലെ ചാനലുകളുണ്ട്. ഇപ്പോൾ LDC എന്ന് സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ PSC എന്ന് സെർച്ച് ചെയ്താലോ നമുക്ക് ഇഷ്ടം പോലെ ചാനൽസ് കിട്ടും. അപ്പോൾ അതിലെല്ലാം തന്നെ ഫ്രീ ആയിട്ടുള്ള ക്വിസ് ബോട്ടുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. മാക്സിമം അത് അറ്റൻഡ് ചെയ്തിട്ട് നോക്കുക. അതിൽ നിങ്ങൾക്ക് തെറ്റുന്ന ഉത്തരങ്ങൾ അപ്പോൾ തന്നെ പഠിക്കാം. അപ്പം അത് ഈ പറയുന്ന പോലെ ഇപ്പം ഒരു ടോപ്പിക് എടുത്ത് അത് പഠിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട്, ഒരിക്കലും പഠിച്ച് തീരാത്ത ഒരു ടോപ്പിക്കിൽ ക്വിസ് എടുക്കാൻ പോകരുത്. കാരണം അപ്പം നമുക്കത് ഉത്തരങ്ങൾ കിട്ടാണ്ട് എല്ലാം തെറ്റി വരുമ്പോൾ നമുക്കത് നെഗറ്റീവായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യും, നമ്മളത് ഡൗൺ ആക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ടോപ്പിക്ക് പഠിക്കുക. എന്നിട്ട് ഒരു 1 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ടോപ്പിക്കിനാണോ പഠിച്ചത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അത് നമുക്ക് ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. ജസ്റ്റ് നമ്മളിപ്പോൾ 5 ഇയർ പ്ലാൻ ആണെങ്കിൽ 5 ഇയർ പ്ലാൻ അടിച്ചു കൊടുത്താൽ ഏതെങ്കിലും ഒരു ചാനലിൽ പോയിട്ട് അടിച്ചു കൊടുത്തൊക്കെ ഇതേപോലെ ക്യൂസുകൾ നടത്തുന്ന ചാനലിൽ അടിച്ച് നോക്കിയാൽ നമുക്ക് കിട്ടും. അപ്പം ഒരുവിധം എല്ലാ ഗ്രൂപ്പുകളും അങ്ങനത്തെ ഇടുന്നുണ്ട് കേട്ടോ ടെലഗ്രാമിൽ. അപ്പം അത് വളരെ ഈസി തന്നെയാണ് കിട്ടാനായിട്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ 5 ഇയർ പ്ലാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ സെർച്ച് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വിസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ നോക്കി. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്കതൊരു റിവിഷനുമായി, നമുക്ക് എവിടെയാണ് നമുക്ക് കിട്ടാത്ത ഏരിയ, അതായത് ഒരു ടോപ്പിക്കിൽ തന്നെ എവിടെയാണ് നമുക്ക് കുറച്ച് ടഫായിട്ട് വരുന്നതെന്നൊക്കെ മനസ്സിലാക്കാനും പറ്റും. ആ ഏരിയ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാനും പറ്റും. അപ്പം അത് വളരെ നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഈ റാങ്ക് ഫയൽ മൊത്തം നമ്മൾ വീണ്ടും വായിച്ച് എത്തിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ക്വിസുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ യൂട്യൂബിലായാലും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ.